ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് ടൈം ടു ടെൽ ദ സ്റ്റോറി. ഇന്ന് ഞാനൊരു തായ് മൂവി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ സിനിമ ഓൾറെഡി മലയാളത്തിൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ രീതിയിൽ ഞാനിത് ചെയ്യണു, അത്രേ ഉള്ളൂ. സിനിമയുടെ പേരാണ് വൺ ഡേ. ഇതൊരു ലവ് സ്റ്റോറിയാണ്, ഒരു ദിവസത്തെ പ്രണയം. അതാണ് ഈ സിനിമയുടെ കഥ. ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. വുഡ് ബീയിങ് ഇൻ ലവ് ഫോർ വൺ ഡേ ബി ഇനഫ്. ഓക്കെ, അപ്പൊ ഇനി കഥ. നമ്മുടെ ഈ കഥയിലെ നായകൻ ഒരു പാവം ചെറുക്കനാണ്. അവനൊരു കമ്പനിയിലാണ് ജോലി ചെയ്യണത്. പക്ഷെ അവന്റെ ചുറ്റുപാടുള്ള ആരും അവനറിയില്ല. അവനെല്ലാരും അവോയ്ഡ് ചെയ്യാണ്. ഇവനെ ആർക്കും ഇഷ്ടമല്ല. അങ്ങനെയുള്ള നമ്മുടെ നായകന് അവന്റെ ഓഫീസിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. പക്ഷെ ആ പെൺകുട്ടിക്കാണെങ്കിൽ അവരുടെ ഓഫീസിലെ അവരുടെ ഒരു ബോസിനെയാണ് ഇഷ്ടം. അയാളാണെങ്കിൽ വേറെ കെട്ടിയതാണ്, അയാൾക്ക് വേറെ ഭാര്യ മക്കളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ നായികയ്ക്കും അത് വലിയ പ്രശ്നമൊന്നുമല്ല. അങ്ങനെ അവരെല്ലാരും കൂടെ ഓഫീസ് ട്രിപ്പ് പോവാണ്. ഓഫീസ് ട്രിപ്പ് പോണത് ജപ്പാനിലേക്കാണ്. അവിടെ വെച്ച് നമ്മുടെ നായകൻ അവൻ ജപ്പാൻ വിശ്വാസപ്രകാരമുള്ള ഒരു ബെല്ല് കാണാണ്. ആ ബെല്ല് എന്തിനാന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലെ ആഗ്രഹം അത് ആ ബെല്ലടിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ്. അങ്ങനെ നമ്മുടെ നായകൻ അവൻ ആ ഒരു ബെല്ല് പോയിട്ട് അടിക്കാണ്, എന്നിട്ട് പ്രാർത്ഥിക്കാണ്, ഒരു ദിവസം, എനിക്ക് ഒരു ദിവസം മാത്രം മതിയെന്ന്. അങ്ങനെ നമ്മുടെ നായകന് ഒരു ദിവസത്തെ പ്രണയം അത് ദൈവം കൊണ്ടുതരുന്നതാണ് ഈ സിനിമ. ഇനി സിനിമയുടെ തുടക്കം തൊട്ട് ഞാൻ പറയാം. അവരുടെ ഓഫീസിന്റെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ നമ്മുടെ നായകൻ ഒരു ഇൻവിസിബിൾ കോസ്റ്റ്യൂമിൽ അവിടെ നിൽക്കാണ്. അവനൊരു ഇൻവിസിബിൾ മാൻ ആണെന്നാണ് പറയണത്. അവനെ ആർക്കും കാണാൻ പറ്റില്ല. അവൻ പറയണത് അവന്റെ ലൈഫിനെ കുറിച്ചിട്ട് കൂടിയാണ്. അങ്ങനെ അവന്റെ കഥ പറഞ്ഞ് തുടങ്ങാണ്. അവൻ ആർക്കും അറിയില്ല. അവന്റെ ഓഫീസിലെ സെക്യൂരിറ്റി പോലും അവന്റെ ID കാർഡ് ചെക്ക് ചെയ്തിട്ടാണ് അവൻ ഓഫീസിലേക്ക് കയറ്റാ. ഡെയിലി ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെ വെല്ലിമ്മച്ചയ്ക്ക് പോലും ഇവനെ അറിയില്ല. ഞാൻ സ്ഥിരം കഴിക്കുന്ന ഫുഡ് തരാൻ പറയുമ്പോൾ ആ വെല്ലിമ്മ അതിന് നീ ഏതട ചെറുക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടിക്കാണ് ചെയ്യുക. എന്നാൽ ഇവന്റെ ഓഫീസിലുള്ള എല്ലാവർക്കും ഇവൻ ആവശ്യമാണ് താനും. കാരണം ഈ IT ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കില്ലാടി പുള്ളി തന്നെയാണ്. എല്ലാവർക്കും ഇവൻ ആവശ്യമാണ്. അതായത് ഇവനെ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സുഹൃത്തായിട്ട് ആർക്കും വേണ്ട. പുള്ളിയുടെ പേര് പോലും ആരും വിളിക്കില്ല. പുള്ളിയുടെ പേര് ഡെൻചായ് എന്നാണ്. പക്ഷെ പുള്ളിയുടെ ഈ ഒരു വീടായിട്ടുള്ള പെരുമാറ്റവും പുള്ളിയുടെ ലുക്കും വെച്ചിട്ട് എല്ലാവരും പുള്ളിനെ ജഡ്ജ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവൻ എല്ലാ വർഷവും അവന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന ഒരാളുണ്ട്. അതാരാന്ന് വെച്ചാൽ വേറെ ആരുമില്ല, അത് അവന്റെ മൊബൈൽ നെറ്റ്വർക്കിൽ നിന്നാണ്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പുള്ളിയുടെ കമ്പ്യൂട്ടറിനോടാണ്. കാരണം ആ കമ്പ്യൂട്ടർ അവൻ പറയുന്ന എല്ലാം ചെയ്യും. Ctrl+S സേവ് ചെയ്യും, Ctrl+P പ്രിന്റ് എടുക്കും. അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അവൻ അൺഡു ചെയ്യാനും പറ്റും. ഈ ഒരു ഭാഗം കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. അങ്ങനെ അവനോട് ഒരു പെണ്ണ് വന്നിട്ട് താങ്ക്സ് പറയാണ്. എന്താന്ന് വെച്ചാൽ അവളുടെ കമ്പ്യൂട്ടർ ഇവൻ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ പറയും, ഇതിന് നീ എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട, ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇതിനൊന്നും IT ഡിപ്പാർട്ട്മെന്റിനെ വെറുതെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. അവളാണെങ്കിൽ ചമ്മി നാറി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇവന്റെ IT ഡിപ്പാർട്ട്മെന്റിൽ ഇവന്റെ കൊളീഗായിട്ടുള്ള വേറൊരു ഗുണ്ടോസ് പുള്ളി വന്നിട്ട് ഇവന്റെ ചുണ്ടിന് ഒരറ്റടി അടിച്ചിട്ട് പറയാണ്, എടാ നീ പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന രീതിയാണത്. അവൾ എന്തൊരു പൊളൈറ്റ് ആയിട്ടാണ് നിന്റെ അടുത്ത് വന്ന് താങ്ക്സ് പറഞ്ഞു, അപ്പൊ നീ അതുപോലെ സംസാരിക്കണേന്ന് പറയാണ്. പക്ഷെ നമ്മുടെ ആൾക്ക് എല്ലാം സ്ട്രൈറ്റ് ആയിട്ട് പറയാനേ അറിയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരാണ്. അതാരാണെന്ന് വെച്ചാൽ അവൻ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി. വർഷങ്ങൾക്ക് ശേഷം അവന് മെസ്സേജ് ചെയ്തേക്കാണ്, ഹായ് ഡെൻചായ്, എനിക്ക് നിന്നൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ ഈ കോടിയുള്ള ഉണ്ടൻ അവൻ ചോദിക്കാണ്, എടാ നിനക്ക് ഇത്രയും ഭംഗിയുള്ള പെൺപിള്ളേരൊക്കെ മെസ്സേജ് അയക്കും, എടാ പറടാ വരാന്ന് പറയടാ എന്ന് പറയാണ്. അപ്പൊ ഇവനും പറയും, അതിന് ഈ പെണ്ണിനെ ഞാൻ കണ്ടിട്ട് മിനിമം ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവുന്നു, പണ്ടെങ്ങാണ്ട് എന്റെ സ്കൂളിൽ നിന്നാണ് പഠിച്ചതാണെന്നൊക്കെ പറയാണ്. എന്നാലും ഈ ഉണ്ടപ്പന്റെ വാക്ക് കേട്ടിട്ട് അവൻ പോവാണ്. പോകുമ്പോൾ എന്താന്ന് വെച്ചാൽ ആദ്യം ഈ പെണ്ണ് ഇവനോട് കുറച്ച് സോഫ്റ്റ് ആയിട്ടൊക്കെ അവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയും. ഇപ്പൊ നമ്മുടെ ചെറുക്കനും കുറച്ച് സന്തോഷമാവാണ്. കാരണം അവനോട് ഇതുവരെ ആരും ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. അവനാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കുറവാണ്. പോരാത്തിന് പുള്ളിക്ക് ഭയങ്കര നാണമാണ്. അവനിങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഫേസിൽ നോക്കി സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ പെൺകുട്ടി ശരിക്കും എന്തിനാ ഇവനെ വിളിച്ചതെന്ന് വെച്ചാൽ ഇവളൊരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ്. ഇവനെ ആവശ്യമില്ലാത്ത കുറെ കോസ്മെറ്റിക് ഐറ്റംസ് എല്ലാം ഇവനെ പിടിപ്പിക്കുകയാണ്. സംഭവം ഇവനൊരു മണ്ടനാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ പറ്റിക്കാണ് ഇവള്. ഇവനും നോ പറയാൻ അറിയാത്ത കാരണം ആ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം തന്നെ മേടിച്ച് വീട്ടിലേക്ക് വരാണ്. എന്നിട്ട് ഇവൻ ചിന്തിക്കാണ്, ഈ ആൾക്കാർക്കൊക്കെ എന്താ ഡയറക്റ്റ് കാര്യം പറഞ്ഞാലെന്ന്. അവരുടെ മനസ്സിലുള്ളത് നേരെ പറയണേന് എല്ലാവരും നെറ്റിയിൽ ഒരു ബട്ടൺ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൻ ആലോചിക്കാണ്. ആ ബട്ടൺ ഞെക്കിയാൽ ഡയറക്റ്റ് ആയിട്ട് ഉള്ള കാര്യം പറയുന്ന പോലെ. സംഭവം ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ ആളുകൾക്കൊക്കെ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയണേലും ഭേദം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൂടെയെന്ന്. എന്തായാലും നമുക്ക് മനസ്സിലാവും അവരെന്താ പറയാൻ ഉദ്ദേശിക്കണേന്ന്. അങ്ങനെ നമ്മുടെ നായകൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉണ്ടപ്പൻ അവനെ തട്ടിയിട്ട്, എടാ നമ്മുടെ മാർക്കറ്റിംഗിൽ വന്ന പുതിയ പെൺകുട്ടി അവളുടെ സിസ്റ്റം എന്തോ കംപ്ലൈന്റ് ആയി, നീ അത് പോയിട്ട് ശരിയാക്കി കൊടുക്കുന്നു പറയാണ്. അപ്പൊ നമ്മുടെ ആളാണെങ്കിൽ മുടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അവളുടെ അടുത്തേക്ക് പോവാണ്. അവളാണ് നമ്മുടെ നായിക. അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവനോട് പറയും, നിങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിക്കേണ്ട വന്നതിൽ എന്നോട് ക്ഷമിക്കണം, എന്തോ പ്രിന്റ് എടുക്കുന്നത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ നായകൻ ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളിങ്ങനെ അടുത്ത് നിൽക്കുന്ന കാരണം ഇവന് കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റണില്ല. ഇവൻ നെർവസ് ആവാണ്. അങ്ങനെ അവൻ പറയുന്നുണ്ട്, നമ്മുടെ ഈ സിസ്റ്റംസ് എല്ലാം പഴയതാണ്, ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി, ആക്ച്വലി നമ്മൾ അത് ചെയ്യാൻ പോവാണെന്ന്. അങ്ങനെ അവൻ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് ശരിക്കും ഒരു കാര്യമില്ല, അത് അവൾക്ക് മനസ്സിലാവില്ല. അവനത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിർത്താണ്. അങ്ങനെ അവൻ പ്രിന്റ് എടുക്കുന്നത് ശരിയാക്കി കഴിയുമ്പോൾ നമ്മുടെ നായിക അവനോട് പറയും,
ഡെൻചായ് വളരെ നന്ദിയുണ്ടെന്ന്. ഇവനും ഭയങ്കര സന്തോഷമാവാണ്. കാരണം ആ ഒരു ഓഫീസിൽ ഇന്നേ വരെ അവൻ ആരും പേരെടുത്ത് വിളിച്ചിട്ടില്ല. അവൻ അവളോട് ചോദിക്കും, നിനക്ക് എന്റെ പേര് ഓർമ്മയുണ്ടല്ലേ എന്ന്. അപ്പൊ അവള് പറയും, പേരല്ലേ നിന്റെ ID കാർഡിലെന്ന്. എന്നിട്ട് അവളുടെ ID കാർഡ് എടുത്ത് കാണിച്ചിട്ട് അവള് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഞാൻ നൂയി പസറപ്പ, പിന്നെന്തോ വായിക്കൊള്ളാത്ത പേരൂടെ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് പറയും, നീ നേരത്തെ പറഞ്ഞില്ലേ ടിക്ക് കെയർ ടോക്ക് കെയർ, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, നീ എനിക്ക് പഠിപ്പിച്ചു തരണമെന്നല്ല. നമ്മുടെ നായകനും ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. കാരണം അവനോട് ഇന്നേ വരെ ആരും ഇതുപോലൊന്നും സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഇവനാണെങ്കിൽ അവൾ ഒരുപാട് ഇഷ്ടമാവാണ്. പിന്നീട് അങ്ങോട്ട് ഇവള് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ്. ഇവൾ ഓഫീസിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അവളുടെ എന്തോ ഒരു ടോയ് കളക്ഷൻ, പിന്നെ അവള് സിസ്റ്റം ഓൺ ആക്കിയാൽ ആദ്യം കളിക്കുന്ന ഒരു ഗെയിം, പിന്നീട് ഇവള് കേൾക്കുന്ന ഏതൊക്കെയോ പഴയ പാട്ടുകൾ, അങ്ങനെ ഇവളുടെ മ്യൂസിക് ടേസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഇവള് പോവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ജപ്പാനിൽ എന്തോ നടക്കുന്ന ഒരു സ്നോ ഫെസ്റ്റിവൽ, അതെല്ലാം അവൻ കണ്ടുപിടിക്കാണ്. പിന്നെ ഇവളുടെ ടേബിൾ ആണെങ്കിൽ ഏത് നേരം അലങ്കോലായിട്ടാ കിടക്കാം. അങ്ങനെ നമ്മുടെ നായകൻ ഡെന്നിന്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ് കോമ്പറ്റീഷൻ നടക്കാണ്. അതെന്താന്ന് വെച്ചാല് നോയുടെ നമ്പർ 1 ഫാൻ ആവാനുള്ള ഒരു മത്സരം. നോയുടെ എല്ലാ കാര്യങ്ങളും ഇവനോട് ചോദിക്കാണ്, എല്ലാത്തിനും ഇവൻ ഉത്തരം പറയുന്നുണ്ട്. അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവൻ തന്നെ മനസ്സിൽ ഇവൻ ആലോചിച്ച് കൂട്ടാണ്. പിന്നെ ഇവളാണെങ്കിൽ ഓഫീസിൽ എന്ത് പ്രഷർ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കില്ല. ഇവളുടെ ഉള്ളില് സങ്കടമൊന്നും ഇവള് പുറത്ത് കാണിക്കില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ്. ഇവളുടെ ചിരി കാണാനായിട്ട് ഒരുപാട് രസമാണെന്ന് നമ്മുടെ നായകൻ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കലെ ഈ കഥയിലെ വില്ലൻ അയാൾ എൻട്രി ആണ്. അതാരാണെന്ന് വെച്ചാൽ അവരുടെ ഓഫീസിലെ ബോസ്. ഇയാൾ ഇവളെ ഒരു മീറ്റിംഗിനെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവാണ്. അന്നേരം ഓഫീസിലുള്ള എല്ലാരും അവരെ തന്നെയാണ് നോക്കണത്. കാരണം ഇപ്പൊ ഈ ആഴ്ച 3ാമത്തെ തവണയാണ് ഇയാള് മീറ്റിംഗിനെന്നും പറഞ്ഞുകൊണ്ട് ഇവളെ വിളിച്ചോണ്ട് പോണത്. നമ്മുടെ ഹീറോ അവരെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അയാളാണെങ്കിൽ ഒരു ബൊക്കെ അവൾക്ക് കൊടുത്തിട്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടാവും. അവളാണെങ്കിൽ ചിരിച്ചു കളിച്ച് നിൽക്കുന്നുണ്ട്. അതായത് അവളത് ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഹീറോന്റെ മനസ്സാണെങ്കിൽ ആകെ തകർന്ന് തരിപ്പണാവാണ്. അന്ന് രാത്രി എല്ലാരും പോയി കഴിയുമ്പോൾ നമ്മുടെ ഗുണ്ടൂസ് ആ ഒരു ബോസിന്റെ ലാപ്ടോപ്പ് നമ്മുടെ ഡെന്നിനെ കൊണ്ട് കൊടുത്തിട്ട് അതിനെന്തോ ഒരു കംപ്ലൈന്റ് ഉണ്ട്, അത് ശരിയാക്കണമെന്ന് പറയാണ്. അങ്ങനെ അയാളും എന്തോ തിരക്കുണ്ട്, ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഇപ്പോ ഓഫീസിൽ നമ്മുടെ ഡെൻ ഒറ്റയ്ക്കാണ്. അവൻ ആ ഒരു ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ബോസ്, അയാളുടെ പേര് ടോപ്പ് എന്നാണ്, അയാള് ഭാര്യയുടെയും മോന്റെയും കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ഫോട്ടോസ് അവൻ കാണാണ്. ഇപ്പോഴാണ് മനസ്സിലാവുക ഇയാൾ ഓൾറെഡി കെട്ടിയതാണ്, ഇയാൾക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ടെന്ന്. ഇത് കറൻലി നടക്കുന്ന ഒരു റിയാലിറ്റിയാണ്. എനിക്ക് മനസ്സിലാവണില്ല. നല്ല ചെക്കന്മാരെയൊന്നും പെമ്പിള്ളേർക്ക് വേണ്ടാന്ന് തോന്നുന്നുണ്ട്. ഇതുപോലത്തെ ഊളകളെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ട് അവരുടെ വലയിൽ പോയി ചാടിക്കോളും. അങ്ങനെ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നുണ്ട്. ആ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നമ്മൾ തുടക്കത്തിൽ കണ്ടത്. അവിടേക്ക് നമ്മുടെ നായിക ഒരു പൂമ്പാറ്റയുടെ വേഷം ഇട്ടിട്ട് വരാണ്. നമ്മുടെ ഡെൻ ആണെങ്കിൽ ഇൻവിസിബിൾ മാൻ ആയിട്ട് അവിടെ ചുമരിനോട് ഒട്ടി നിൽക്കുന്നുണ്ട്. അവൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് ഇയാളൊക്കെ ഇവിടെ ഇഷ്ടപ്പെട്ടെ? ഓൾറെഡി അയാളെ കല്യാണം കഴിഞ്ഞാണ്, അയാൾക്കൊരു ഭാര്യ മോനുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവൾക്ക് അറിയാം. പക്ഷെ അയാൾ പറഞ്ഞേക്കണത് അയാളുടെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണ്, എന്നിട്ട് ഉടനെ തന്നെ ഇവളെ കല്യാണം കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവള് അവന്റെ അടുത്തേക്ക് വരാണ്. അവനാണെങ്കിൽ കൈവീശി കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ആ ഒരു ചുമരിന്റെ സെയിം പെയിന്റിങ് മേത്തടിച്ചിട്ട് അതിനോട് ഒട്ടി നിൽക്കുന്ന കാരണം ഇവൻ അവൾക്ക് കാണാൻ പറ്റില്ല. ഇവൻ ഇൻവിസിബിൾ മാൻ ആയിട്ട് നിൽക്കല്ലേ. ഇവളും ആരുമില്ലാന്ന് വിചാരിച്ചിട്ട് അവളുടെ ഡ്രസ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന നേരത്ത് നമ്മുടെ നായകനാണെങ്കിൽ ആക്സിഡന്റലി അവളുടെ ഇടുപ്പിൽ ഒരു മറുകുള്ളതായിട്ട് കാണാണ്. ഇതേ സമയം നമ്മുടെ ടോപ്പ്, അവരുടെ ബോസ്, അയാൾ ഒരു അനൗൺസ്മെന്റ് നടത്താണ്. ഈ വർഷം നമ്മുടെ കമ്പനി ട്രിപ്പ് പോണത് ഹൊക്കൈഡോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ നായിക ഒരുപാട് കാലമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. അവിടെയാണ് ആ ഒരു സ്നോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഹൊക്കൈഡോ ജപ്പാനിലാണ്. അങ്ങനെ അവര് ജപ്പാനിലോട്ട് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇന്നേരം അയാളാണെങ്കിൽ നോയിനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കിയിട്ട് അയാൾ പറയാണ്, നമ്മുടെ ഓഫീസിലെ ഒരാളാണ് എനിക്ക് സ്ഥലം സജസ്റ്റ് ചെയ്തതെന്ന്. നോയി ആണെങ്കിൽ ഇതെല്ലാം കേട്ട് തുള്ളിച്ചാടി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡെൻ, അവന്റെ നെഞ്ചിൽ തീയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് അവരെല്ലാരും ഓഫീസ് ട്രിപ്പ് പോണതാണ്. അവരെല്ലാം ഇപ്പൊ ജപ്പാനിലാണുള്ളത്. അവരെല്ലാരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ നായക മാത്രം ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും. അവന്റെ കൂടെ മാത്രം ആരുമില്ല. ഈ നോയും ബോസും കൂടെ അവിടെ പഞ്ചാരടിച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ ഡെൻ ആണെങ്കിൽ അവരെ ഫോളോ ചെയ്ത് നടക്കാണ് അവിടെ. അവന് മാത്രം ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതപ്പോ അങ്ങനെയാണല്ലോ. ഇവൾക്കാണെങ്കിൽ ഒരു ടോയ് കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു ടോയ് കിട്ടുന്നത് ഈ ഒരു ബോക്സിൽ നിന്നാണ്. ഈ ടോയ്സിന്റെ സെറ്റിൽ ഒരു ടോയ് ഒഴികെ ബാക്കി എല്ലാം അവൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആ ഒരെണ്ണം മാത്രം എത്ര ശ്രമിച്ചിട്ട് അവൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ഈ ബോസ് ആണെങ്കിൽ ഇവളെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. അവിടെ ആണെങ്കിൽ ഈ പുക പറത്തുന്ന ഒരു ക്ലോക്ക് ഉണ്ട്. ഇയാളാണെങ്കിൽ കറക്റ്റ് ആ ടൈമിംഗ് നോക്കി അങ്ങോട്ടേക്ക് കൈ കാണിച്ചിട്ട് അത് മാജിക് ആന്നൊക്കെ പറയുന്നുണ്ട്. നോയി ആണെങ്കിൽ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന നമ്മളെ ഡെൻ ആണെങ്കിൽ അവൻ മനസ്സിൽ വിചാരിക്കാണ്, ഇതൊക്കെ പഴയ ട്രിക്കല്ലേ, ഇതിനൊക്കെ ആരെങ്കിലും ചിരിക്കുമെന്ന്. അയാൾ അവളോട് വിൽ യു മാരി മീ എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇയാള് കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കാണ്. ഈ ട്രിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്റെ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യും, എന്നിട്ട് നിന്നെ കല്യാണം കഴിക്കുന്നൊക്കെ. ഈ പെണ്ണാണെങ്കിൽ അവിടെ കിടന്ന് കൊഞ്ചി കുഴയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട്. ഇപ്പൊ നമ്മുടെ ഡെൻ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കാണ്, ഇത്തവണയെങ്കിലും ഇയാൾ അവളെ പറ്റിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന്. നമ്മുടെ ഈ ഹീറോ അവൻ ഭയങ്കര പ്യുവറാണ്. അവൻ
സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്നില്ല. അവൻ സ്നേഹിക്കുന്ന ഈ ഒരു പെണ്ണ് അവള് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഇവരെല്ലാം സ്കേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നൂയിക്കാണെങ്കിൽ സ്കേറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ അവള് മഞ്ഞിൽ വീഴുന്ന സമയത്ത് നമ്മുടെ ഡെൻ വന്നിട്ട് അവളെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ആ ഒരു ബോസ് ആണെന്ന് കരുതിയിട്ട് ഇവന്റെ നേരേക്ക് കൈ നീട്ടുന്നതുകൊണ്ടാണ് ഇവൻ അങ്ങോട്ടേക്ക് ചെല്ലണത്. പക്ഷെ അന്നേരം തന്നെ ആ ഒരു ബോസ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ എഴുന്നേൽപ്പിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ അയാളും നമ്മുടെ ഡെന്നും ഒരേപോലത്തെ ജാക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഇവളാണെങ്കിൽ ഈ ഒരു മുതുക്കനെ പ്രിൻസ് എന്നാണ് വിളിക്കുന്നത്. അവൾ പറയും ഞാനത് പ്രിൻസ് ആണെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ഇയാളാണെങ്കിൽ അതേതോ പൊട്ടനാന്ന് പറയാണ്. അത് അവൻ കേൾക്കുന്നുണ്ട്. ഇനിയാണ് കഥയിലെ ടേണിംഗ് പോയിന്റ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ ആ ഒരു ബെല്ല് അത് കാണിക്കാണ്. കുറെ പ്രണയ ജോഡികൾ കപ്പിൾസ് വന്നിട്ട് ആ ബെല്ലടിക്കുന്നുണ്ട്. ഇന്നേരം ആ ഒരു ബെല്ല് എന്താണെന്ന് നമ്മുടെ ഉണ്ടൻ ഡെന്നിനോട് പറയാണ്. പ്രണയിക്കുന്നവര് എന്താഗ്രഹവും ആ ഒരു ബെല്ലടിച്ച് പറഞ്ഞാല് അത് നടക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ഡെൻ വന്നിട്ട് ആ ബെല്ലടിക്കുകയാണ്. എന്നിട്ട് അവൻ മനസ്സിൽ പറയും ഒരു ദിവസം മതി എനിക്കിന്ന്. അവിടുന്ന് തുടങ്ങിയാണ് കഥ. ഇനിയാണ് ആരംഭം. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ചുമ്മാ പറ്റിച്ചതാ. അപ്പൊ ഇനി ട്വിസ്റ്റ്. ഇവര് ട്രിപ്പ് വന്നിരിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ഇപ്പോ എക്സാക്ട്ലി ഇവര് സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക് ഈ ഒരു ബോസിന്റെ, അതായത് ടോപ്പിന്റെ ഭാര്യയും കൊച്ചും കൂടെ വന്നേക്കാണ് ഇയാൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട്. ഇത് കണ്ടതോടുകൂടെ നമ്മുടെ നായിക അന്യോയി അവളാകെ ഷോക്കായിട്ട് താഴേക്ക് വരാതെ ആ ഒരു ഹോട്ടലിലെ ബാൽക്കണിയിൽ ഇതും നോക്കി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഡെൻ ആണെങ്കിൽ അതും കണ്ടു നിൽക്കുന്നുണ്ട്. അവള് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരില്ല. എല്ലാരും പുറത്ത് ട്രിപ്പ് എൻജോയ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇവള് മാത്രം പുറത്തേക്ക് വരാതെ ആ ഒരു ഹോട്ടൽ റൂമിൽ ആ ഒരു ദിവസം മുഴുവൻ സ്പെൻഡ് ചെയ്യും. പുറത്ത് ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവരെ പറ്റിയുള്ള ഗോസിപ്പുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർ എന്ത് ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം ഓഫീസിലുള്ള എല്ലാവർക്കും അറിയാം ഇവർ ഡേറ്റിംഗിലാണെന്ന്. അങ്ങനെ നൈറ്റ് എല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് വരുന്ന സമയത്ത് നോയി പുറത്തേക്ക് വരാണ്. അന്നേരം അവിടുത്തെ ഹോട്ടലിലെ വെയിറ്റർ ആണെങ്കിൽ ആ ഒരു ബോസിന്റെ ടേബിളിൽ ഒരു ചെയർ റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നോയിനെ അവിടേക്ക് വിളിച്ചുകൊണ്ട് വന്ന നേരം നമ്മുടെ ഡെൻ ആണെങ്കിൽ ഓടി വന്ന് ആ ചെയറിൽ ഇരിക്കുകയാണ്. ഇപ്പൊ അവളും അപ്പുറത്ത് വേറൊരു ടേബിളിൽ പോയിട്ട് ഇരിക്കും. ഇന്നേരം നമ്മുടെ ബോസിന്റെ വൈഫ് അവള് വന്ന കാര്യം പറയാണ്. എന്തിനാണ് ഈ ബോസിന് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടേക്ക് വന്നേന്ന് പറയാണ്. സംഭവം വേറെ ഒന്നല്ല, അവളിപ്പോ പ്രഗ്നന്റ് ആണ്. അതായത് ഈ ബോസ് വീണ്ടും അച്ഛനാവാൻ പോവാണെന്ന് പറയാണ്. ഇയാൾ അതിനിടയ്ക്ക് അതോപ്പിച്ചു. ചേടാ എനിക്ക് മനസ്സിലാവണില്ല, ഇമ്മാരി ഊളകൾക്ക് അയാളുടെ ഭാര്യനും വേണം, വേറെ പെണ്ണിനും വേണം, പെല്ലോന്റെ ഭാര്യനും വേണം. ഇന്നാള് ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു, അതാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നത്. ഒരാൾ ചൈനയിലായിട്ട് ആക്സിഡന്റ് ആയിപ്പോ അയാൾ അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നത് 13 കാമുകിമാരാണെന്ന്. അയാൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത് കൂടുതൽ സുന്ദരിമാരെ കാണുമ്പോൾ ഞാൻ എങ്ങനെ പ്രണയിക്കാതിരിക്കാന്ന്. എടാ അയ്യോ. ഇനി കഥയിലേക്ക് വരാം. നമ്മുടെ ന്യൂയി ആണെങ്കിൽ ഇത് കേട്ട ഉടനെ തന്നെ വിഷമിച്ചിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. നമ്മുടെ ഡെന്നും അവള് ഫോളോ ചെയ്ത് പുറത്തേക്ക് പോകും. ഇന്നേരം അവളാണെങ്കിൽ അവളുടെ സങ്കടം കടിച്ചു പിടിച്ചിട്ട് അയാളെ ഫോൺ വിളിച്ച് പറയുന്നുണ്ടാവും. അല്ല, അയാൾ ഇങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ അവൾ ഫോണെടുത്ത് പറയുന്നുണ്ടാവും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ബാത്റൂമിലേക്ക് വന്നതാണ്, ഞാൻ എന്തായാലും 3 വർഷത്തോളം കാത്തിരുന്നില്ലേ, ഞാൻ ഇനിയും കാത്തിരിക്കാന്ന് പറയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾ കരയുന്നുണ്ട്. പക്ഷെ കരച്ചിൽ കടിച്ചു പിടിച്ചിട്ടാണ് അവൾ പറയുന്നത്. അവളുടെ വിഷമം അയാൾ അറിയിക്കണ്ടെന്ന് വെച്ചിട്ട്. അയാളെ ആണെങ്കിൽ അയാളുടെ ഭാര്യ ടോക്കിയോയിലോട്ടാണ് ഇവിടുന്ന് നേരെ കൊണ്ടുപോകുന്നത്. കാരണം അവൾക്കിനി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് കുറച്ചു നാള് അയാളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കൂടെ ആയിട്ടാണ് അവൾ ഇവിടേക്ക് വന്നേക്കണത്. ലവ് സ്റ്റോറി ആണെന്ന് പറഞ്ഞിട്ട് അവിഹിത കഥയാണല്ലോ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇനിയാണ് കഥ വരാൻ പോണത്. ലെറ്റ്സ് ബിഗിൻ ദ റിയൽ ലവ് സ്റ്റോറി. ഓക്കെ. അങ്ങനെ പിറ്റേ ദിവസം ടോപ്പിനെ, അതായത് അവരുടെ ബോസിനെ അയാളുടെ ഭാര്യ നേരെ ടോക്കിയോയിലോട്ട് കൊണ്ടുപോവാണ്. കമ്പനിയിലുള്ള ബാക്കി എല്ലാവരും നേരെ തായ്ലാൻഡിലോട്ട് തിരിച്ചു പോവാണ്. ഇപ്പൊ ന്യൂയി ആണെങ്കിൽ അവരുടെ ഒപ്പം തിരിച്ചു പോവില്ല. അവൾ ആ ഒരു ഹോട്ടൽ റൂമിൽ തന്നെ സ്റ്റേ ചെയ്യാണ്. ഇവള് വന്നില്ല എന്ന് ശ്രദ്ധിച്ച നമ്മുടെ ഡെൻ ആണെങ്കിൽ അവനും തിരിച്ചു പോവില്ല. അവനാണെങ്കിൽ പോവാനായിട്ട് തോന്നൂല. ഇവളിനി എന്താ ചെയ്യാൻ പോണെന്ന് അവനൊരു ആശങ്ക. അതുകൊണ്ട് അവളെ ഫോളോ ചെയ്യാൻ പോവാണ് അവൻ. അങ്ങനെ പുള്ളി നേരെ തിരിച്ച് ഹോട്ടലിനകത്തേക്ക് കയറി നോയിനെ അന്വേഷിച്ച് പോകുമ്പോൾ അവളാണെങ്കിൽ ഒരു ടേബിളിൽ ഇരുന്നിട്ട് അവൾ ഈ ട്രിപ്പിൽ പോവാൻ ആഗ്രഹിച്ച കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു ചാർട്ടാക്കി വെച്ചിട്ട് അതിൽ നോക്കിയിരിക്കായിരിക്കും. അത് അവള് കീറി കളഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അവൾ പുറത്തേക്ക് വരാണ്. അന്നേരം അവിടെ ആണെങ്കിൽ അതിന് മുമ്പിൽ തന്നെയുള്ള പള്ളിയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കുന്ന കാണാണ്. അവൾ ഒരു നിമിഷം അത് നോക്കി നിന്നിട്ട് മനസ്സിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങാണ്. അവൾ പോണത് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെന്നും അവളുടെ പിന്നാലെ തന്നെ പോയിട്ട് ബൈനോക്കുലർ വെച്ച് നോക്കുമ്പോൾ അവള് ഒരു വലിയ മലയുടെ മേളിൽ നിന്ന് കൈവിട്ടിട്ട് താഴേക്ക് പോകുന്നുണ്ടാവും. അപ്പോഴാണ് ഡെന്നിന് മനസ്സിലാവും അവള് സൂയിസൈഡ് ചെയ്യാനായിട്ട് പോയതാണെന്ന്. അവനും നോയിന്ന് വിളിച്ചിട്ട് അവളുടെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ഡെന്നിന് സ്കീ ചെയ്യാനായിട്ട് അറിയില്ല. അവൻ വീണ്ടും താഴെ വീഴും. അങ്ങനെ അവസാനത്തെ വീഴ്ചയിൽ അവന്റെ കണ്ണാടിയും പൊട്ടിപ്പോവാണ്. അവൻ എന്നാലും വിടില്ല. അവൻ ഉടനെ തന്നെ പോലീസിനെ എല്ലാം അറിയിച്ചിട്ട് അവിടെ സെർച്ചിങ് ആരംഭിക്കും. അങ്ങനെ നീണ്ട നേരത്തെ തെരച്ചിലിന് ശേഷം നമ്മുടെ ഡെന്നിനെ ഒരാൾ വന്ന് വിവരം അറിയിക്കുകയാണ്, അവളെ അടിവാരത്ത് നിന്ന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ആളും ഓടിച്ചെല്ലുമ്പോൾ ആ മലടിവാരത്തിൽ അവൾ കിടക്കുന്നുണ്ടാവും. എക്സാക്ട് ലൊക്കേഷൻ ഏതാന്ന് വെച്ചാൽ ആ ഒരു പ്രണയ മണിയുടെ അടുത്തായിട്ട്. അന്നേരം ആ ഒരു മണി കാറ്റത്ത് ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ടാവും. അടുത്ത സീനിൽ കാണിക്കുന്നത് അവള് ഹോസ്പിറ്റലിലാണ്. ഡോക്ടർ നമ്മുടെ ഡെന്നിനോട് എക്സ്പ്ലെയിൻ ചെയ്യണം
പറയാണ് അവളുടെ കണ്ടീഷനെ പറ്റിയിട്ട്. അവൾക്ക് പ്രത്യേകിച്ച് ബോഡി കണ്ടീഷന് കുഴപ്പമൊന്നുമില്ല, പിന്നെ ഇത്ര നേരം മഞ്ഞിൽ കിടന്നുകൊണ്ട് മേ ബി അവളുടെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് അവൾ ഉണർന്നാലേ അറിയുള്ളൂ എന്ന്. അന്നേരം അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾ ചോദിക്കാണ് ഞാനിത് എവിടാന്ന്. ഡെൻ അവളോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ് നമ്മൾ തമ്മിൽ അറിയുമെന്ന്. അവൾക്ക് ഒന്നും ഓർമ്മയില്ല. ഇന്നേരം ഡോക്ടർ അവളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അത് അവൾ പറയുന്നുണ്ട്. ഇപ്പോ സംഭവം നമ്മുടെ ഡോക്ടർ ഡെന്നിനോട് അവളുടെ കണ്ടീഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാണ്. അവളുടെ തലച്ചോറിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ ഇപ്പൊ അവൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ട്രാൻഷ്യന്റ് ഗ്ലോബൽ അംനേഷ്യ. അതായത് കുറെ നേരം മഞ്ഞിൽ കിടന്നുകൊണ്ട് റീസെന്റ് ആയിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും അവൾ മറന്നു. അതായത് അവൾക്ക് ഷോർട്ട് ടൈം മെമ്മറി ലോസ് സംഭവിച്ചേക്കാണ്, പക്ഷെ ലോങ് ടൈം മെമ്മറി ഉണ്ട് താനും. അവൾക്ക് എങ്ങനെ അപകടം സംഭവിച്ചെന്നോ അവൾ ഇവിടെ എങ്ങനെ എത്തിയെന്നോ ഒന്നും അവൾക്ക് അറിയില്ല. പക്ഷെ ഈ ഒരു മെമ്മറി ലോസും ടെമ്പററി ആണ്. നാളെ അവൾക്ക് ഈ ഒരു ഷോർട്ട് ടൈം മെമ്മറിയും വരും, ലോങ് ടൈം മെമ്മറിയും വരും. അതായത് എല്ലാ ഓർമ്മയും തിരിച്ചു വരുമെന്ന്. പക്ഷേ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അവൾ കംപ്ലീറ്റ്ലി മറക്കും. ഇതാണ് നമ്മുടെ നായകന് കിട്ടുന്ന, നമ്മുടെ ഡെന്നിന് കിട്ടുന്ന വൺ ഡേ. ഇപ്പൊ ആ ഒരു ഡോക്ടർ പറയുന്നുണ്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നീ അവളുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താലും നാളെ അവൾ അത് മറക്കുമെന്ന്. അതായത് ഈ ഒരു ദിവസം മാത്രം അവളുടെ ലൈഫിൽ നിന്ന് അവൾ മറക്കും. അതായത് നാളത്തെ ദിവസം അവൾക്ക് എല്ലാ ഓർമ്മയും വരും, ഇന്നലെ നടന്നതും. അതായത് ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി, എല്ലാ മെമ്മറിയും വരും. പക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തെ മെമ്മറി മാത്രം മറന്നിട്ടുണ്ടാവുന്നു. ഇന്ന് നടന്ന കാര്യങ്ങൾ മാത്രം അവള് നാളെ രാവിലെ ഉണരുമ്പോൾ ഓർക്കുന്നുണ്ടാവില്ല. ക്ലിയർ ആയല്ലോ? അടുത്ത സീനിൽ അവള് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ബില്ലില് 2016 കാണുമ്പോൾ അവള് ഞെട്ടാണ്. അവൾക്ക് 2012 വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുള്ളൂ. ഇപ്പൊ നമ്മുടെ ഡെന്നാണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് അവളോട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മളെല്ലാരും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യണത്, ഒരു ഓഫീസ് ട്രിപ്പ് വന്നതാണ് ഇവിടേക്ക്. എന്നിട്ട് ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ ഒരു കമ്പനിയിൽ ഇവള് ജോയിൻ ചെയ്തതൊന്നും ഇവൾക്ക് ഓർമ്മയില്ല. കാരണം ഇവളിവിടെ ജോയിൻ ചെയ്തിട്ട് 3 വർഷം ആവുന്നുള്ളൂ. ഇവൾക്കാണ് ഇപ്പോൾ 4 വർഷം മുമ്പത്തെ ഓർമ്മയേ ഉള്ളൂ. അങ്ങനെ അവള് കൺഫ്യൂഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് നമ്മുടെ ആളാണെങ്കിൽ ഈ ഒരു ട്രിപ്പിൽ അവരെടുത്ത ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ അത് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഈ ഒരു കമ്പനിയിലാണ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ജപ്പാനിലേക്ക് ഒരു ട്രിപ്പ് വന്നതാണ്, അതിനിടയ്ക്കാണ് ഈ ആക്സിഡന്റ് വന്നതെന്നല്ല. ഇപ്പൊ അവള് പറയും ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തതായിട്ട് പോലും എനിക്ക് ഓർമ്മയില്ല. മാത്രമല്ല ഞാനിപ്പോ കണ്ണു തുറക്കുമ്പോൾ ജപ്പാനിലും, ഇതെന്താ സംഭവം എന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. എന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെല്ലാം എവിടെ പോയി? അപ്പൊ അവൻ പറയും തിരിച്ചു പോയിന്ന്. അപ്പൊ ഇവള് ചോദിക്കും എന്നിട്ട് നമ്മളെന്താ പോവാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അത് പിന്നെ നമ്മൾ സ്നോ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് നിന്നതാന്ന്. ഇപ്പോ അവള് കുറെ ആലോചിച്ച് കൂട്ടിയിട്ട് അവനോട് ചോദിക്കുകയാണ്, ഒന്നല്ലെങ്കിൽ നീ വല്ല ഗേയോ ആയിരിക്കും, അല്ലാതെ ഞാൻ ബോയ്സ് ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാനൊന്നും ഇങ്ങനെ പോവാറില്ല, അല്ലെങ്കിൽ പിന്നെ നീ എന്റെ ബോയ് ഫ്രണ്ട് ആയിരിക്കണമെന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ആളുടെ മനസ്സിൽ ഒരു ഐഡിയ കത്താണ്. അവന് ആ ഒരു മലയടിവാരത്തിൽ വെച്ച് അവനടിച്ച ആ ഒരു പ്രണയമണി അത് അവൻ ഓർമ്മയിൽ വരാണ്. അവൻ ചോദിച്ച ആ ഒരു വൺ ഡേ അത് ഇതാണെന്ന് അവൻ തിരിച്ചറിയാണ്. പെട്ടെന്ന് അവൻ അവളോട് പറയും നീ രണ്ടാമത് പറഞ്ഞതാണ് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. അവൾക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അവള് ഇവരൊരുമിച്ചുള്ള ഫോട്ടോ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആൾ പറയും എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫോട്ടോ ഇല്ലാന്ന്. അവൾക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അവൾ പിന്നെ തെളിവുകൾ ചോദിക്കുകയാണ്. നമ്മളെടുത്ത ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പോലും നീ വേറെ എവിടെയാണ് നിൽക്കണേന്ന് പറയാണ്. അപ്പൊ അവൻ പറയും ഞാൻ നിന്റെ ബോസ് ആണ്, നമ്മുടെ ഈ ഒരു റിലേഷൻ ഭയങ്കര സീക്രട്ട് ആണ്, അതുകൊണ്ട് ഓഫീസിൽ ആർക്കും അറിയില്ല, അതുകൊണ്ടാണ് ആ ഒരു ഫോട്ടോയില് നമ്മൾ അറിയാത്ത പോലെ നിൽക്കണേന്ന്. എന്നിട്ടും ഇവള് വിശ്വസിക്കില്ല. ഇവളുടെ ഫോൺ ചോദിക്കുമ്പോൾ അവൻ അത് എടുത്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ അവള് അവന്റെ ഫോൺ വാങ്ങിച്ചിട്ട് അവളുടെ അമ്മേനെ വിളിക്കുകയാണ്. എന്നിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉള്ളതായിട്ട് അറിയുമെന്ന് അവരുടെ അമ്മേനോട്. അപ്പൊ അവരും പറയും അത് ശരിയാണ്, നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവരും പറയും ടോപ്പ് എന്നാണ്. അപ്പൊ ഇവനോട് ചോദിക്കുകയാണ് നിന്റെ പേരെന്താന്ന്. ഇവൻ അതും മനസ്സിലാക്കിയിട്ട് അവൻ പറയും എന്റെ പേര് ടോപ്പ് എന്നാണെന്ന്. എന്നിട്ട് ഇവള് വിശ്വസിക്കില്ല. ഇവള് ചോദിക്കുകയാണ് അവളുടെ അമ്മേനോട് അവൻ കാണാൻ എങ്ങനെയാന്ന്. ഇന്നേരം അവളുടെ അമ്മയാണെങ്കിൽ ഇവളെ കുറെ ചീത്ത പറഞ്ഞിട്ട് പറയാണ് അതിന് ഇതുവരെ നീ അവനെന്നെ കാണിച്ചിട്ടില്ലല്ലോ എന്ന്. ഇവളിപ്പാകെ കൺഫ്യൂസ്ഡ് ആണ്. എന്നാലും നമ്മുടെ ആളിപ്പോ സേഫ് ആണ്. എന്നിട്ടും ഇവൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റണില്ല. ഇവള് ചോദിക്കുകയാണ് ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കാന്ന്. ഇന്നേരം നമ്മുടെ ആള് അന്ന് ഇൻവിസിബിൾ മാൻ ആയിട്ട് നിന്നപ്പോൾ അവളുടെ ഒരു ബർത്ത് മാർക്ക് കണ്ടിരുന്നല്ലോ, ആ ഒരു ബർത്ത് മാർക്കിനെ കുറിച്ചിട്ട് അവളോട് പറയാണ്. അവളും അയ്യേ എന്ന് പറഞ്ഞ് തിരിയുന്ന നേരം അവിടെ തന്നെ ഒരു മിററും കാണും. ഇന്നേരം അവനതും പറയുന്നുണ്ട് നിന്റെ എക്സ്പ്രഷൻ എനിക്ക് കാണാൻ പറ്റും, അവിടെ ഒരു മിറർ ഉണ്ടെന്ന്. ഇവൾക്കും അന്നേരം ഒരു ചമ്മലാണ്. അങ്ങനെ അവർ പുറത്തേക്ക് പോവാണ്. ഇന്നേരം ഇവൾക്കാണെങ്കിൽ ഇവനങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റണില്ല. ഇവള് ചോദിക്കും നിനക്കെന്റെ ശരീരത്തെ കുറിച്ചിട്ടെല്ലാം അറിയാലോ, നമ്മൾ അത്രയ്ക്കും ക്ലോസ് ആയിരുന്നു. ഇപ്പൊ ഇവനും അതേന്ന് പറയാണ്. അവർക്ക് പോവാനായിട്ട് ഇപ്പൊ ബസ് ഉണ്ടാവില്ല. അവനും ഇവിടെ അടുത്താണ് നമുക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ച് നടക്കാണ്. മറ്റേ ഒരു ബോസ് ഉണ്ടല്ലോ അയാൾ ഇവളെ ടർക്കി എന്നാണ് വിളിച്ചത്. അയാളാണെങ്കിൽ ഇവള് പ്രിൻസ് എന്നു. അപ്പോ നമ്മുടെ ആള് ആ ഒരു പേര് ടർക്കി എന്നുള്ള വിളിക്കുമ്പോൾ ഇവൾക്ക് ഇഷ്ടാവില്ല. നീ എന്നെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറയാണ്. അന്നേരം ഇവനത് എക്സ്പ്ലെയിൻ ചെയ്യാണ് ഞാൻ നിന്നെ ടർക്കി എന്നാണ് വിളിച്ചേരുന്നത്, നീ എന്നെ പ്രിൻസ് എന്നാണ് വിളിച്ചേരുന്നതെന്ന്. അവൾക്ക് അതൊന്നും ഇഷ്ടാവില്ല. ഇന്നേരം അവനാണെങ്കിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീറിക്കളഞ്ഞ ചാർട്ട് അത് പറിക്കെടുത്ത് അവൻ ഒട്ടിച്ചിട്ട് അവന്റെ
കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടാവും. അത് അവൻ അവളെ കാണിച്ചിട്ട് അവളോട് പറയാണ്, ഇവിടേക്കെല്ലാമാണ് നമ്മൾ പോകേണ്ടത്. നിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു സ്നോ ഫെസ്റ്റിവലിന് പോകണം എന്നുള്ളത്. അവിടേക്കാണ് നമ്മ ഇന്ന് പോകാൻ പോണേന്ന് പറയാണ്. ഇന്നേരം അവള് പറയാണ്, ഇതെന്താണ്, ഇതെന്താ കീറിയിരിക്കണേന്നെല്ലാം ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഇത് നിന്റെ ആയിരുന്നു, ഇവിടെ എല്ലാം നിങ്ങൾ പോകണം എന്ന് ആഗ്രഹിച്ച സ്ഥലമാണ്, ഞാൻ നിന്റെ കൂടെ വരണില്ല, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞപ്പോ നീ ആ ഒരു ദേഷ്യത്തിൽ ഇത് കീറിക്കളഞ്ഞാണെന്ന്. പക്ഷെ ഇപ്പൊ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞു, നമുക്കിനി പോവാന്ന് പറയുമ്പോൾ ഇവള് പറയും, എന്താണ് ഈ സ്നോ ഫെസ്റ്റിവൽ, ഞാൻ ഇതിനെ കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, എനിക്കിപ്പോ എവിടെയും പോകണ്ട, എനിക്ക് തിരിച്ചു പോയാൽ മതി എന്ന് പറയാണ്. അവള് ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആള് ആ ഒരു ബോസ് കാണിച്ച ആ ഒരു പഴയ മാജിക് ട്രിക്ക് ഉണ്ടല്ലോ, അത് വർക്കാവെന്ന് വിചാരിച്ചിട്ട് ഇവനത് ഇവിടെ കാണിക്കാണ്. ആ ഒരു പുക വരുന്ന ആ ഒരു ക്ലോക്ക് അവിടേക്ക് ഇങ്ങനെ മാജിക് അറിയാന്ന് പറഞ്ഞ് കാണിക്കാണ്. അന്നേരം അവിടെ പുക വരുന്നുണ്ട്. ഇവൾക്ക് ഇതെല്ലാം കണ്ടിട്ട് പ്രാന്ത് പിടിക്കുകയാണ്. അവള് നേരെ അവിടെയുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് അവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു നോക്കാണ്. ഇന്നേരം നമ്മുടെ ആളും ഇവിടെ പുറകെ പോയിട്ട് ഓരോന്നും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്.